വിശുദ്ധരായ മാതാപിതാക്കൾക്ക് വിശുദ്ധരായ മക്കൾക്ക് ജന്മമേകാൻ കഴിയൂ. തൻ്റെ മൂത്ത മകൾ റോസയെ ഏറെ സ്നേഹിക്കുകയും റോസയുടെ വിവാഹം തൻ്റെ പ്രൗഢി ജനസമൂഹത്തിൽ വിളിച്ചോതുന്നതാകണമെന്ന് ശഠിക്കുകയും ചെയ്ത അഭിമാനിയും ധനികനുമായിരുന്ന അന്തോണി, ഇളയ മകൾ കൊച്ചു ത്രേസ്യയുടെ മരണം തനിക്കുള്ള ശിക്ഷയാണ് എന്ന് എതിരാളി ആരോപിക്കുമ്പോൾ മകളുടെ വേർപാടിൻ്റെ അതികഠിന വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് മൂത്ത മകൾ റോസയെ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനമെടുക്കുകയും എതിരാളിയോട് മാപ്പ് പറയുകയും അങ്ങനെ സഹനത്തിൻ്റെ തീച്ചുളയിലും അഹങ്കാരത്തെ തച്ചുടച്ച് തിരുഹിതം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കുടുംബം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു കനലിൽ പൊലിയാത്ത ജീവിതങ്ങൾ. നിന്റെ കുഞ്ഞു മരിച്ചതില് ഈ ചാക്കുണ്ണിക്ക് സങ്കടമുണ്ട്. എന്തായിരുന്നു പത്രാസ്, ആനയും അമ്പാരിയും പലരും കൊണ്ടടാ. അഹങ്കാരം കുറച്ചു വേണമായിരുന്നു. ആലപ്പുഴയിൽ നിന്നും കരിമീൻ കൊണ്ടുവന്ന് കല്യാണം പൊടിപൊടിക്കുവന്ന്, എന്നിട്ട് നടന്നല്ലോ. നിന്റെ മൂത്ത മകളെ കന്യാസ്ത്രീയാക്കാൻ വിടാതെ കെട്ടിച്ചയച്ചു വിടാൻ നോക്കിയതിന്റെ ശിക്ഷയാടാ ഇത്. ശിക്ഷ ഇനിയും നീ അനുഭവിക്കും. എടാ കുലദ്രോഹി, നിന്നെ ഞാൻ ഇന്ന് നിന്റെ അവസാനോ. കുറെ നാളായി നീ എന്നെ തകർക്കുന്നു. ഇന്ന് നിന്നെ കൊല്ലൂടാ. എടി പിടിവിടാൻ. ഇങ്ങോട്ട് വിടടി. ഞാനും കരുതി തന്നെയാ വരവാടാ. ഇത് കണ്ടോ, മലപ്പുറം കത്തി. ഇങ്ങോട്ട് വാടാ, നമുക്ക് നോക്കാടാ. ഇതൊരു മരണ വീടാണ്. ഞങ്ങളുടെ ചങ്ക ഇവിടുന്ന് പോയത്. ഇനിയെങ്കിലും ഞങ്ങളെ സ്വസ്ഥമായിട്ടൊന്ന് വീട്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. റോസക്കൊച്ചു പറഞ്ഞാൽ ഈ ചാക്കുണ്ണി കേൾക്കും. അവര് ജീവിക്കട്ടെടാ, ജീവിക്കട്ടെ. വാടാ, പോയാ വാ. എല്ലാവരും പറയുന്നു എന്നെ അപ്പം മടുത്ത വീടത്തോണ്ടാ എൻ്റെ കൊച്ചു ത്രേസ്യ മരിച്ചതെന്ന്. എങ്കിൽ ഞാനും വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ പറയുന്നു. എൻ്റെ അനുജത്തിയുടെ മരണമാണ് എൻ്റെ ദൈവവിളിയുടെ വിലയെങ്കിൽ ഞാനും ഒരു വിശുദ്ധയാകും. ആരാലും അറിയപ്പെടാത്തൊരു വിശുദ്ധ. എന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ ഇഷ്ടവും എന്റെ സന്തോഷവും മാത്രമേ അപ്പൻ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവ ഇഷ്ടം എന്തെന്ന് ഞാൻ ചിന്തിച്ചില്ല, ചെവി കൊണ്ടില്ല. ഒടുവിൽ അഹങ്കാരിയായ എന്നെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചു. എന്റെ ത്രേസ്യ മോളുടെ വേർപാട് എന്റെ കണ്ണ് തുറപ്പിച്ചു. തെറ്റിപ്പോയപ്പന് എന്റെ മോള് മടത്തിപ്പോയിക്കൊള്ളു. ഈ അപ്പൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ മൂത്ത മകളെ കന്യാസ്ത്രീയാക്കാൻ വിടാതെ കെട്ടിച്ചയച്ചു വിടാൻ നോക്കിയതിന്റെ ശിക്ഷയാടാ ഇത്. ശിക്ഷ
ആരാ അത്? ആരാ? അയ്യോ അന്തോനി, അകത്തോട്ട് കയറ്. അവന്റെ കൈ ഇരിക്കുന്നത് വാളാ. വാ. പോകരുത്. ഏ? അയ്യോ അരുത് അന്തോണി, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അന്തോണിയെ, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതാ എന്റെ ഗർവ്, അഹങ്കാരം, ധനമോഹം, പ്രൗഢി എല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഞാനോ എന്റെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ ചാക്കുണ്ണിയെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ശപിക്കരുത്. എന്റെ മക്കളെ അനുഗ്രഹിക്കണം. മാപ്പ്, മാപ്പ്. ക്ഷമയും സഹനവും സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഒരുക്കുന്നു, ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. എൻ്റെ കുടുംബത്തെ പോലെ നിങ്ങളും സഹനക്കനലിൽ പൊലിഞ്ഞു പോകാതെ ക്ഷമ കൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കൂ.